ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി. എന്തോന്ന് ചിക്കൻ ദം ബിരിയാണി, ഒത്തിരി റെസിപ്പി ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സാധനമല്ല മക്കളെ, ഇത് റേഷനരി കൊണ്ടുള്ള ദം ബിരിയാണിയാണ്. നിങ്ങൾ നോക്കിയേ, ഈ ചോറ് കണ്ടാൽ ഇതാരെങ്കിലും പറയുമോ ഇത് റേഷനരി ചോറാണെന്ന്? പറയത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അപ്പോൾ 1 കിലോ ചിക്കൻ ഒരു 4 സവാള മതി കേട്ടോ. അപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചിക്കനിലിട്ട് വെളുത്തുള്ളിയിൽ ഇഞ്ചിയിലിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് സവാള നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കുക്കറിൽ വെച്ച് കുക്കർ അങ്ങ് അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചൊരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാള വെന്തിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനൊരു അലൂമിനിയം ഉരുളിയിൽ ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യും ചേർത്ത് കൊടുത്ത് ആ നെയ്യൊന്ന് ചൂടായി. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. ഇതിലൊഴിച്ച് തിളപ്പിച്ചാലും മതി കേട്ടോ. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനൊരു 7 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച്, ഇനി ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരി നല്ല ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ തന്നെയാണ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ കഴുകിയാലേ ആ റേഷൻ അരിയുടെ സ്മെല്ല് പോകത്തുള്ളൂ. അപ്പോൾ അതൊരു 3-4 വെള്ളം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടാണ് തിളച്ച വെള്ളത്തിൽ കഴുകുന്നത്. ഇനി നമുക്ക് ചോറടച്ച് വെക്കാം. ഇനി നമ്മുടെ സവാള ഇവിടെ കുക്കറിൽ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ 2 വിസിൽ കേട്ടതിന് ശേഷമുള്ള അവസ്ഥയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി 5 ചെറിയ സ്പൂൺ, കണ്ടോ വളരെ ചെറിയ സ്പൂണാണ് ഇത്. ടേബിൾ സ്പൂൺ കണക്കിനാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണേ വരുന്നുള്ളൂ. അപ്പോൾ 5 ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ആനുപാതികമായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിന് ഞാൻ അതേ സ്പൂണിന് തന്നെ 2.25 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.25 സ്പൂൺ. ഇനി നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആ സവാളയിലൊന്ന് പിടിക്കത്തക്കോലൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ്ടേ. ഇതെല്ലാം ഒരു 2 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിനി ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ അതേ സ്പൂണിന് 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടത്തക്ക രീതിയിൽ ഇളക്കുക. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് അവരവർക്ക് അവിടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഗരം മസാല ചേർത്ത് കൊടുത്ത്, ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം. പിന്നെ എനിക്ക് എപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ ഞാൻ തക്കാളി ചേർക്കാറുണ്ട്. തക്കാളി എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ തക്കാളി കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. നിങ്ങൾ ഇതേ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തതാണ് എങ്കിലും ചിക്കനകത്ത് ഉപ്പ് വേണ്ടേ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് ഈ കുക്കറിൽ വെച്ചൊരു 2 വിസിൽ കേൾക്കണം. നേരത്തെ സവാള 2 വിസിൽ കേട്ട് വെന്തിരിക്കുന്നു. ഇനി 2 വിസിലൂടെ കേൾക്കാം. കണ്ടോ, കുക്കർ അവിടെ ഇരിപ്പുണ്ട്, ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോറ് പാകമായി. കണ്ടോ, ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. പക്ഷെ അടിക്കൊന്നും പിടിക്കത്തില്ല. ഞാനിത് അലൂമിനിയം ഉരുളിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ അടിക്കൊന്നും പിടിച്ചില്ല. നല്ല ഒന്നിലൊന്നി തൊടാത്ത രീതിയിൽ നല്ല വെന്ത് നല്ല അടിപൊളി ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബസുമതി റൈസും ജീരകശാല റൈസും ഒക്കെ തോറ്റുപോകും നമ്മുടെ ഈ അരിക്ക് മുന്നിൽ. പിന്നെ നമുക്ക് ദം ചെയ്തെടുക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഞാനൊരു വലിയ ദോശക്കല്ല് ചൂടാക്കി വെച്ചു. അതിലേക്ക് നമ്മുടെ ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു
ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് ഞാൻ സവാള സ്ലൈസ് ചെയ്തതൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നെയ്യിൽ വറുത്ത് കോരി കിസ്മിസ്, കാഷ്യൂനട്ട്, സവാള ഇതെല്ലാം കൂടെ വറുത്ത് കോരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചോറ് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ റെഡി ആയിരിക്കുന്ന ബിരിയാണി ചോറ് നമുക്ക് കണ്ടോ, ഒന്നിലൊന്നി തൊടാതെ വീഴുന്നുണ്ടോ, ഒന്നും ഉണ്ട കെട്ടത്ത പോലുമില്ല. അത്രയ്ക്ക് മനോഹരമായ ചോറാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ കഴുകുന്നത് കൊണ്ട് സ്മെല്ല് അശേഷമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ആ ഒഴിച്ച നെയ്യും നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂനട്ടും ഒക്കെ അതിലൊന്ന് പിടിച്ച് കിട്ടണ്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഞാൻ എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കും. ഞാൻ പകുതി ചിക്കൻ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ട്, ഗ്രേവി ഇല്ല, നല്ല റോസ്റ്റ് ചെയ്ത പോലെ ഇരിക്കുന്ന ചിക്കനാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇങ്ങനെ ഈ ചിക്കനോട് ഇളക്കി ചേർക്കുന്നതിനോട് താല്പര്യമില്ല. അവർക്ക് വേറെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ കറി മാറ്റി വെച്ചിരിക്കുകയാണ്. മൊത്തം ചിക്കനും ഇതിൽ ചേർത്തിട്ടില്ല ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പക്ഷേ ചിക്കൻ കുറവായിട്ട് തോന്നുന്നെങ്കിൽ. കണ്ടോ, നമ്മുടെ ചിക്കൻ ബിരിയാണി ഇനി നമുക്ക് ദം ചെയ്യാൻ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വെക്കാം. കണ്ടോ, ഈ ദോശക്കല്ലിൻ്റെ പുറത്ത് ഈ ബിരിയാണി പോട്ട് വെക്കുമ്പോൾ ഇത് അടുക്കി പിടിക്കത്തൊന്നുമില്ല. നല്ല ദം ചെയ്യാൻ നല്ല പറ്റിയ മാർഗ്ഗമാണിത് കേട്ടോ. കാരണം നമ്മൾ ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് കനൽ കോരി ഇടാനൊന്നും ഇല്ലല്ലോ. കണ്ടോ, നല്ല ആവി പറക്കുന്നുണ്ടോ. നല്ല അടിപൊളി ബിരിയാണി നല്ല ദമ്മായി കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എല്ലാം കൂടെ എനിക്ക് ഒരു അരമണിക്കൂർ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തോന്നി ചെയ്തതാണ്. അപ്പോൾ ഇനി ഞാനിതൊരു കൊച്ചു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ പാത്രത്തിൽ മാറ്റി ഞാൻ ഇതേ ഷേപ്പിലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ എനിക്കൊന്നും ചൂടോടായതുകൊണ്ടാണെന്ന് തോന്നുന്നു പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പ്ലേറ്റിൽ തന്നെ ഇട്ടാണ്. കാരണം ഇത് ഒട്ടലൊന്നും വന്നിട്ടില്ല. കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇപ്പം നമുക്ക് ഈ റേഷനരിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കിട്ടിയിട്ടുണ്ടല്ലോ. പണക്കാരനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ നമുക്ക് അരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.